ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ i20യുമായിട്ടാണ്. 7.04 ലക്ഷം മുതൽ 11.21 ലക്ഷം വരെ എക്സ്ഷോറൂം വില വരുന്ന i20ക്ക് 13ഓളം വേരിയൻറ്റുകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സേഫ്റ്റിയെ പറ്റി തന്നെയാണ്. ഇപ്പോൾ വരുന്ന ഹ്യുണ്ടായുടെ എല്ലാ വണ്ടികളിലും കണ്ടുവരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 6 എയർ ബാഗ്സ് i20ക്കും കൊടുത്തിട്ടുള്ളൂ എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ കാർ 360 എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഓൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരികയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എഞ്ചിനിലേക്ക് വരുമ്പോൾ 1200cc 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് ഉള്ളത്. അതിന് 82 bhp പവറും 114 Nm ടോർക്കുമാണ് ഇതിന് കരുത്ത് വരുന്നത്. മാനുവലിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും i20 അവൈലബിൾ ആണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന i20യുടെ നല്ല ചെരിവുള്ള ബോണറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അത് നല്ല മനോഹരമായിട്ട് തന്നെ i20ക്ക് നൽകിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റും അതിൻ്റെ കൂടെ തന്നെ LED DRലും കാണാം. ഹെഡ്ലൈറ്റുമായി കണക്ട് ചെയ്തിട്ടാണ് ഗ്രില്ല് വന്നിട്ടുള്ളത്. ചെറിയ ഗ്രില്ലാണെങ്കിൽ പോലും വണ്ടിയുടെ സ്റ്റൈൽ കൂട്ടാൻ വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റിന് താഴെയായി ഹാലോജൻ പ്രൊജക്ടറായിട്ടുള്ള ഫോഗ് ലൈറ്റും നൽകിയിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ 16 ഇഞ്ചിൻ്റെ ഭംഗിയുള്ള അലോയ് വീൽസും ക്രോം ഫിനിഷുള്ള ഡോർ ഹാൻഡിൽസും അഡ്ജസ്റ്റബിൾ ORVM വിത്ത് ഇൻഡിക്കേറ്റേഴ്സും ആണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. വണ്ടി ആകർഷകമാക്കാൻ കുറേ ബോഡി ലൈൻസും നൽകിയിട്ടുണ്ടെന്ന് കാണാം. ലെഫ്റ്റ് സൈഡിൽ ലൈറ്റിനോട് ചേർന്നിട്ടാണ് ഫ്യൂൽ ലെഡ് ക്രമീകരിച്ചിട്ടുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ ഇന്നേ വരെ ഒരു വണ്ടികളിലും കണ്ടിട്ടില്ലാത്ത ഒരുതരം ടൈൽ ലൈറ്റാണ് വരുന്നത്. അത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. രാത്രിക്കാണ് i20യുടെ ടൈൽ ലൈറ്റ് എത്രത്തോളം മനോഹരമാണെന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ താഴെ സ്കഫ് പ്ലേറ്റ് നൽകിയിട്ടുണ്ട്. ബൂട്ട് ഡോറിൽ തന്നെയാണ് വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങും i20 എന്ന ബാഡ്ജിങ്ങൊക്കെ നൽകിയിട്ടുള്ളത്. സ്കഫ് പ്ലേറ്റിന് താഴെയായി അത്ര വിസിബിൾ ആയിട്ടില്ലാത്ത രീതിയിലാണ് സൈലൻസർ ഘടിപ്പിച്ചിട്ടുള്ളത്. റിയർ ഡീഫോഗറും വൈപ്പറൊക്കെ i20ക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് i20യുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് ഗ്രേ നിറങ്ങളിലാണ് ഇൻറ്റീരിയറിലെ എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പുതിയ ക്രെറ്റയിലൊക്കെ കണ്ടുവന്നിട്ടുള്ള അതേ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് തന്നെയാണ് i20ക്ക് നൽകിയിട്ടുള്ളത്. അതിന് മിഡിലായി ഫുൾ ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാണാം. ഡാഷ്ബോർഡിൻ്റെ നടുവിലായി ഉയർന്നു നിൽക്കുന്ന തരത്തിൽ 8 ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. വളരെ പ്രീമിയം ഫിനിഷുള്ള ഇൻറ്റീരിയർ തന്നെയാണ് i20ക്ക് നൽകിയിട്ടുള്ളത്. ക്രൂയിസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജർ, കൂൾഡ് ഗ്ലോ ബോക്സ് എന്നിങ്ങനെയുള്ള എല്ലാതരം ഫീച്ചേഴ്സും i20യിൽ അവൈലബിൾ ആണ്. പിന്നെ വളരെ ഗംഭീരമായ 6ൽ കൂടുതൽ സ്പീക്കേഴ്സ് അടങ്ങിയ മ്യൂസിക് സിസ്റ്റവും i20യിൽ നൽകിയിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിലെ എല്ലാ വണ്ടികളിലും കണ്ടുവരുന്ന ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൺറൂഫ് i20ക്ക് നൽകിയിട്ടുണ്ട് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. റിയറിലേക്ക് വരുമ്പോൾ ഒരു 3 പേർക്കൊക്കെ സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ സീറ്റുകൾ തന്നെയാണ് i20ക്ക് നൽകിയിട്ടുള്ളത്. അതിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഹാൻഡ് റെസ്റ്റും റിയർ AC വെൻ്റ് എന്നിങ്ങനെയുള്ള എല്ലാതരം ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. പിന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റ് അല്ല, പകരം ഫുൾ ഫോൾഡിംഗ് സീറ്റാണ് വന്നിട്ടുള്ളത്. 311 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ 15 ലക്ഷത്തിന് താഴെയുള്ള വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കാർ തന്നെയാണ് i20. i20യുടെ എൻജിൻ പെർഫോമൻസ് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ i20യുടെ പവർഫുൾ വെർഷനായ i20 N-Line എടുക്കാം. അത് സാധാ i20യേക്കാൾ വളരെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എൻജിനാണ് അതിന് നൽകിയിട്ടുള്ളത്. ഫാമിലിക്ക് പറ്റിയ വണ്ടി തന്നെയാണ് i20. കാരണം ഇത്രയും ചെറിയ പൈസയൊക്കെ നല്ല ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വേറെ വാഹനമില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ i20യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.